ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ, അതായത് വയനാട്ടിൽ നിന്ന് ഞാൻ താനൂരിലേക്ക് വരുമ്പോൾ എൻ്റെ മണിമുല്ല ഇതാ വിരിയാനായിട്ട് വെമ്പി നിൽക്കുകയായിരുന്നു കേട്ടോ, എന്നെ കാത്തു നിന്നെന്ന പോലെ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു ഞാൻ വരുമ്പോഴതിന് മുമ്പ് ഇത് വിരിയുന്നും എനിക്കതൊരിക്കലും കാണാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്തായാലും വിരിയുമ്പോൾ എനിക്ക് ഇത് എടുത്ത് അയച്ചു തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴുള്ള പരുവാണ്. അതിന് ശേഷം പിറ്റേന്ന് തൊട്ടിട്ട് ചെറിയ രീതിയിലൊക്കെ വിരിഞ്ഞു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ദിവസം അത് ഫുള്ളായിട്ട് വിരിഞ്ഞു കേട്ടോ. എന്നാൽ ഇതിൽ ഒരുപാട് മൊട്ടുകളുണ്ട്, വിരിയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഈ സീസണിലെ ആദ്യത്തെ പൂവാണ് കേട്ടോ. ഇഷ്ടംപോലെ മൊട്ടുകൾ ഇതിൽ ഇനിയും ഒരുപാട് മൊട്ടുകളുണ്ട്. അത് കാണാൻ എനിക്ക് കഴിയില്ല, എന്നാലും ആ ഫസ്റ്റ് ടൈമിൽ ആ കുറച്ചെങ്കിലും വിരിഞ്ഞത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മണിമുല്ല ഇത്ര സുന്ദരിയാക്കുന്നറിയോ? ആ കുഞ്ഞു പൂക്കളുടെ ഭംഗിയും വെണ്മയും പിന്നെ അതിൻ്റെ സുഗന്ധവും. അപാര സുഗന്ധം കേട്ടോ. പിന്നെ എന്തെല്ലാം തേനീച്ചകളും പൂമ്പാറ്റകളും ഈച്ചകളും പേരറിയാത്ത എന്തൊക്കെയോ ജീവികൾ പറന്ന് മൂളി തേൻ നുകരുന്ന കാഴ്ചയുണ്ടല്ലോ. പ്രഭാതത്തിൽ ആ കാഴ്ച കാണണമെന്നുണ്ട്. ഒരിക്കലും അത് മിസ്സാക്കാൻ കഴിയാത്തൊരു കാഴ്ചയാട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആദ്യത്തെ പൂ തന്നെ വിരിഞ്ഞത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. മറ്റേത് എനിക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാണല്ലോ. ഏതായാലും വന്ന സമയത്ത് തന്നെ വിരിഞ്ഞു. ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ള പൂക്കളൊക്കെ കൂട്ടത്തോടെ വിരിയൽ ഞാൻ തിരിച്ച് പോയ ശേഷമായിരിക്കും. 4-5 ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. അപ്പോഴേക്കും കുഞ്ഞു മുട്ടുകളാണ്. അപ്പോഴേക്കും അത് വിരിയാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫുള്ളായിട്ട് വിരിയുമ്പോൾ ഒരു മഞ്ഞുമല ഉരുണ്ട് വീണ പോലെ ഉണ്ടാവും കേട്ടോ. അത്ര മനോഹരമായിരിക്കും. എന്തായാലും ആ കാഴ്ച എന്തായാലും നിങ്ങളെ കാണിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുൾ വീഡിയോ ആകുമ്പോൾ ഞാൻ ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ചെടി കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങി നടണം കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. നമ്മളെ ക്യാറ്റ്സ് ക്ലോയിനെ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് മണം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച കേട്ടോ. ഒരു മഞ്ഞുകാലം പോലെ മഞ്ഞ് പോലത്തെ പൂക്കൾ. എന്താ പിന്നെ പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സൗന്ദര്യം നേരിട്ട് കാണുക തന്നെ വേണം. ഈ ക്യാമറകൾക്കൊന്നും അതിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ കഴിയില്ല. നേരിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതിയാണ്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ നിങ്ങൾ, അവരല്ലേ ഇത് കാണാൻ കഴിയുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ ഒരു തൈ എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് നടുക കേട്ടോ. എല്ലാ നഴ്സറികളിലും ഇപ്പോൾ അതുണ്ടാകും, ഇല്ലെങ്കിൽ ഓൺലൈനിലുണ്ടാകും. എൻ്റെ അടുത്തുണ്ട് കുറച്ച് ചെടികൾ. പക്ഷേ ഞാൻ ഓൺലൈനിൽ അയക്കാനുള്ള ഒരു സമയമോ സന്ദർഭം ഞാൻ ഇവിടെ ഇല്ല. വീട്ടിൽ നേരിട്ട് വരുന്നവർക്കായിരിക്കും ഇത് കൊടുക്കുക. അതും അടുത്ത മാസം തൊട്ടിട്ട് കേട്ടോ. ചെറിയ വിലക്കാണിത്. ക്യാറ്റ്സ് ക്ലോ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കുറ്റിക്കുരുമുളക് അങ്ങനെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത മാസം തൊട്ടിട്ടായിരിക്കും അതൊക്കെ വീട്ടിലേക്ക് വരുന്നവർക്കായിരിക്കും അത് കൊടുക്കുക. കാരണം എനിക്ക് ഓൺലൈനിൽ അയക്കാനുള്ള ഒരു സൗകര്യവും സമയവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കി കളയാതെ ഇത് വാങ്ങണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, കണ്ടിട്ട് ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ എനിക്കത് ഉപകാരമായി. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ കണ്ടാൽ മതി. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ ഓരോ വീഡിയോയിൽ അങ്ങനെ പറയാത്തതിൻ്റെ കാരണം ഇഷ്ടമുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി മറന്നു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാണുകയെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഉപകാരമായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പൂക്കളെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഇനിയും വിരിയാനുള്ളവരെയും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല പൂക്കളെ, പരിചയമുള്ളവയും പരിചയമില്ലാത്തതുമായ ഒരുപാട് പൂക്കൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക. ഇനിയും വരും. ഇനി ഒരുപാട് ചെടികൾ എനിക്ക് വാങ്ങാനും കണ്ടെത്തി നടാനും പിടിപ്പിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുക. അപ്പം അതിൻ്റെയൊക്കെ ഒരുപക്ഷെ നമ്മൾ കേരളത്തിലൊന്നും വിരിയാത്ത അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കാത്ത ഒരുപാട് ചെടികൾ എൻ്റെ മനസ്സിലുണ്ട്, കൊണ്ടുപോയി നട്ട് പരീക്ഷിക്കണം എന്നുള്ളത്. അപ്പം അത് സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, ആ ചെടികളോട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഉപകാരമായിരിക്കുമല്ലോ. ഏതായാലും കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.